أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لأماناتهم وعهدهم راعون. صدق الله العظيم. والذين هم والذين ഒരു കൂട്ടരും ഹും അവർ ലി അമാനാത്തിഹിം അവരുടെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതാണ് അമാനത്ത് അല്ലെങ്കിൽ സാധനങ്ങൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടതുകൾ, വ അഹദിഹിം അവരുടെ കരാറുകൾക്കും അഥവാ കരാറുകളും, റാഊൻ പാലിക്കുന്നവരാണ് അല്ലെങ്കിൽ പരിഗണിക്കുന്നവരാണ്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞതിൽ വിശ്വാസികൾ എന്തായാലും വിജയിക്കും എന്നതിൻ്റെ തെളിവായിട്ട് പറയുന്ന അടുത്ത കാര്യമാണ്. ഇവരെന്തായാലും വിജയിക്കും, കാരണം ഇവർ അഹദും അമാനത്തും പാലിക്കുന്നവരാണ്. എന്താണ് അമാനത്ത്? പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമാനത്തും അഹദും. അമാനത്ത് സൂറത്തുൽ ബഖറ 283 വിശ്വസിച്ചേൽപ്പിക്കുന്ന, ഗ്യാരണ്ടിയായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് അമാനത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അമാനത്ത് വെച്ച് കടം വാങ്ങാം, എന്നിട്ട് അത് വീട്ടി കൊടുക്കട്ടെ. ഫൈൻ അമിന ബഅ്ദുക്കും ബഅ്ലൻ ഫല്യുഅദ്ദില്ലദി ഉത്തുമിന അമാനത്തഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. അതുപോലെ സൂറത്തുൻ നിസാഇൽ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അമാനത്തുകൾ അതിൻ്റെ അർഹർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ വരുന്ന ഒരു ഭാഗമുണ്ട് സൂറത്തുൽ അഹ്സാബിലെ അവസാന ഭാഗത്ത് 72-ാമത്തെ ആയത്ത്. ഇന്ന അർളനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂല. അമാനത്ത് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതങ്ങളോടും. അവയെല്ലാം ഭീതി മൂലം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തു, എന്നിട്ടവൻ ധിക്കാരിയാകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ വലിയൊരു വിഷയമായിട്ട് അല്ലാഹു തആല പറയുന്നതാണ് അമാനത്ത്. എന്താണ് അമാനത്ത് എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ, അമാനത്ത് ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നയാൾക്ക് അതിൻ്റെ ഫലമായിട്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഒരു സ്വാതന്ത്ര്യമുണ്ടാകും. ആ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് ഒരു പരിശോധനയും ഉണ്ടാകും. ആ പരിശോധന അഥവാ ഹിസാബ്, ആ ഹിസാബിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് രക്ഷയോ അല്ലെങ്കിൽ ശിക്ഷയോ നൽകപ്പെടും. ഇങ്ങനെ ഒരവസരം, ഒരു സ്ഥിതി വേണമെന്ന് ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതങ്ങളോടുമൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്, എപ്പോഴാണ് ചോദിച്ചത് എന്ന് അല്ലാഹു തആലയ്ക്ക് അറിയുകയുള്ളൂ. ആ അമാനത്തിൻ്റെ കീഴിൽ വരുന്നതാണ് ബാക്കി എല്ലാ അമാനത്തുകളും. അഥവാ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന അവസ്ഥയിൽ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി എത്തിച്ചു കൊടുക്കണം. കാരണം അത് അല്ലാഹു നോക്കുന്ന കാര്യമാണ്. ആ അമാനത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരാളുടെ അടുത്തൊരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അയാൾക്കൊരു സ്വാതന്ത്ര്യമുണ്ടാവും, അതെവിടെ എങ്ങനെ സൂക്ഷിക്കണമെന്ന്. അതിലെ കഷ്ടനഷ്ടങ്ങൾക്ക് അയാൾ ഉത്തരവാദിയുമായിരിക്കും. ആ സ്വാതന്ത്ര്യത്തിനെ തുടർന്ന് അയാൾ നഷ്ടം വകവെച്ചു കൊടുക്കേണ്ടി വരും, അയാളുടെ അശ്രദ്ധ കൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ. അതുപോലെ അമാനത്ത് അർഹരെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞെടുത്ത് ഉത്തരവാദിത്തങ്ങൾ, നേതൃത്വം, ഇങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് അവിടെ പറയുന്നത്. ഹുക്കുമാണ് പിന്നെ പറയുന്നത്, നീതിപൂർവ്വം വിധി കൽപ്പിക്കണം. അപ്പോൾ ഭരണാധികാരം, നേതൃത്വം, ഇങ്ങനെയുള്ളതൊക്കെ അർഹരെ ഏൽപ്പിക്കണം. അനർഹരെ ഏൽപ്പിച്ചാൽ അത് വലിയ നാശം വരുത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
ഇദാ ഉസ്സിദൽ അമാനത്തു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ്സ. അമാനത്ത് അനർഹരിലേക്ക് ചേർക്കപ്പെട്ടാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോളണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നാശമാണ് ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ മിക്ക ഖുതുബകളിലും ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു വലാ ദീന ലിമൻ ലാ അഹദ ലഹു. അമാനത്തില്ലാത്തവന് ഈമാനില്ല, അഹദ് പാലിക്കാത്തവന്, കരാറ് പാലിക്കാത്തവന് ദീനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പരാമർശിച്ചിരുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം അഹ്മദ്, അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അമാനത്ത് വലിയൊരു വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് അഹദ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്. അഖദുകൾ തന്നെയാണ് അഹദുകളും, പാലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ വേറെയും ധാരാളം സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ സൂറത്തുൽ ബഖറയിൽ ബനി ഇസ്രായേലിയരെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും ഔഫൂ ബി അഹദി ഊഫി ബി അഹദിക്കും. എന്നോടുള്ള കരാർ നിങ്ങൾ പാലിക്കൂ, നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കും. ഇങ്ങനെ അള്ളാഹുവിനോടുള്ള അഹദ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിമകളോടുള്ള അഹദ് ഒക്കെയാണ് പറഞ്ഞത്. ഒന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട, അപ്പോൾ മനുഷ്യരിലേക്ക് ചേർത്ത് അത് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ വസ്തുവകകൾ, അതൊക്കെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കരാറ് ചെയ്താൽ മുനാഫിക്കിൻ്റെ ലക്ഷണമായിട്ട് വൈദത്തുമിന ഖാന വൈദ ആഹദ ഖദറ, നേരെ തിരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കിൻ്റെ ലക്ഷണം പറഞ്ഞെടുത്ത് വിശ്വസിച്ചേൽപ്പിച്ചാൽ ചതിക്കും, അതുപോലെ കരാറ് ചെയ്താൽ ലംഘിക്കും എന്നത് മുനാഫിക്കിൻ്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വളരെ സുപ്രസിദ്ധമാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ നന്മ അളക്കുന്ന ഒരു അളവുകോലാണ് ആള് വാക്ക് പാലിക്കുമോ, ആള് ഏറ്റ ഉത്തരവാദിത്തം നിറവേറ്റുമോ, ആള് കരാർ ചെയ്തത് പാലിക്കുമോ എന്നത്. സമൂഹത്തിൽ ആത്മീയമായ താല്പര്യങ്ങൾ ഉള്ളവരിൽ പോലും തുലോം കുറഞ്ഞു നിൽക്കുന്ന ഒരു നന്മയാണ് ഈ അഹദും അമാനത്തും. അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ അഴിമതി, സ്വജനപക്ഷപാതം, ഉത്തരവാദിത്ത നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുക, ഇങ്ങനെയുള്ളതൊക്കെ സാധാരണ കാഴ്ചയാണ്. എന്നാൽ അന്ന് മക്കയിലെ സത്യവിശ്വാസികളെ ചൂണ്ടിയിട്ട് അല്ലാഹു തആല പറയാണ്, ഇവരെന്തായാലും വിജയിക്കും. കാരണം ഇവർ ഒരു ഉത്തരവാദിത്തം ഏറ്റതാണ്. അതുപോലെ അവർ ഒരു കരാർ ചെയ്താൽ ചെയ്തതുമാണ്, വാക്ക് പാലിക്കും. കാരണം എന്താണ്? ഈ അമാനത്തെ ഏൽപ്പിച്ചയാൾ സ്വാതന്ത്ര്യമുണ്ട്, ഇത് സൂക്ഷിക്കണം, ഞാൻ വരുമ്പോൾ തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇന്ന സമയത്ത് വരുമ്പോൾ തരണം എന്നൊക്കെയാണല്ലോ പറയുക. അയാളത് നോക്കാൻ വരുന്നില്ല, പക്ഷേ അള്ളാഹു നോക്കുന്നുണ്ട് എന്ന ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് അക്ഷരം പ്രതി നിറവേറ്റുന്നവരും പാലിക്കുന്നവരുമാണ്. കരാർ ചെയ്താൽ, കരാർ ലംഘിച്ചാൽ എന്തു ചെയ്യും? അതിന് തെളിവൊന്നും ഉണ്ടാവില്ല ആ കാലത്ത് പ്രത്യേകിച്ചും. പക്ഷേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവർ കരാർ പാലിക്കും. കാരണം എന്താണ്? അടിസ്ഥാനപരമായ അമാനത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അടിസ്ഥാനപരമായി കരാറ് അള്ളാഹുവിൻ്റെ പേരിൽ നടത്തുന്നതാണ്. അതുകൊണ്ട് ആരും ചോദ്യം ചെയ്യാനും ആരും ശിക്ഷിക്കാനും ആരും പിടികൂടാനും ഇല്ലെങ്കിലും അള്ളാഹുവിനെ ഭയന്ന് കരാറ് പാലിക്കും ഈ ആളുകൾ. അള്ളാഹുവിനെ ഭയന്ന് അമാനത്ത് പാലിക്കും ഈ ആളുകൾ. അതുകൊണ്ട് തന്നെ അവർ എന്തായാലും വിജയിക്കും. ഇതാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ, ആ കാലത്ത് പ്രത്യേകിച്ചും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കഅബ് ബിൻ സുഹൈർ വേഷം മാറി വന്ന്, കാരണം കണ്ടാലുടൻ പിടികൂടി കൊല്ലണമെന്ന് റസൂലുള്ളാഹി ഉത്തരവിട്ടതായിരുന്നു അത്ര അദ്ദേഹത്തിന്, റസൂലുള്ളാഹിനെ ദ്രോഹിച്ചതിനും ആക്ഷേപിച്ചതിൻ്റെയൊക്കെ പേരിൽ. എന്നയാൾ വേഷം മാറി വന്ന് പാടിയ കവിതയിൽ പറയുന്നുണ്ട്, ഖീലുഹുൽ ഖീലു, അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതാണ്, പുകഴ്ത്തി പറയുകയാണ് റസൂലുള്ളാഹിനെ, ആര്? മുസ്ലിം അല്ലാത്തയാൾ.
അതോടുകൂടി അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയാണല്ലോ റസൂലുള്ളാഹി ചെയ്തത്. അങ്ങനെ ഖൈലുഹുൽ ഖൈലു, അത് തന്നെയാണ് ഇവിടെ ആശയം. അതുപോലെ അബൂജഹലിനെ പോലെയുള്ള ആളുകളുടെ ഈ കാര്യത്തിലുള്ള അവസ്ഥ നേരെ തിരിച്ചുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു സീനുണ്ട്. കാരണം പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനുള്ളത്, കൊടുക്കാമെന്നേറ്റത് കൊടുക്കുന്നില്ലാത്തത് വാങ്ങിക്കൊടുക്കുവാൻ ദുർബലനായൊരു മനുഷ്യന്റെ കയ്യും പിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ചെല്ലുകയാണ് അബൂജഹലിന്റെ വീട്ടിൽ. കാരണം എന്താണ്? ആ സമൂഹത്തിലെ വലിയ നേതൃപദവിയിലുള്ള ആളാണ്. പക്ഷേ വാക്കിന് വിലയില്ല, ഇടപാടുകളിൽ വിശ്വസ്തതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിന്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കറകളഞ്ഞ സത്യസന്ധനായിരുന്നു എന്നതാണ്. രണ്ടാമത്തെ കാരണം, സത്യസന്ധത എന്ന് പറയുന്നത് അവിടെ ഒരു ന്യൂസ് വാല്യൂ ഉള്ള സാധനമാണ് എന്നതുകൊണ്ടുമാണ്. നമ്മുടെ റോട്ടിലൂടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് വണ്ടികൾ തട്ടാതെ മുട്ടാതെ ഓടും. അതൊന്നും പത്രത്തിൽ വരില്ല. ഒരെണ്ണം മുട്ടിയാൽ അത് പത്രത്തിൽ വരും. കാരണം അതൊരു അപൂർവ സംഭവമാണ്. ഇതാണ് ന്യൂസ് വാല്യൂ എന്ന് പറയുന്നത്. എന്നതുപോലെ ആളുകൾ സത്യസന്ധരായിരിക്കുക എന്നത് ഒരു അപൂർവ സംഭവമാണ്. അതുമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ-അമീൻ എന്ന് വിളിക്കാൻ. ആ സമൂഹത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള ഈ ആളുകളൊക്കെയും കറകളഞ്ഞ വിശ്വസ്തരാണ്. അവരെ ഏൽപ്പിച്ചാൽ, അവരേറ്റെടുത്താൽ ഏൽക്കും, അവർ കരാർ ചെയ്താൽ അവർ പാലിക്കും. അതുകൊണ്ട് അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എക്കാലത്തും സത്യവിശ്വാസികളുടെ വിജയത്തിൻ്റെ നിദാനങ്ങളിൽ ഒന്ന് അതാണ്, വിശ്വസ്തതയാണ്. വാക്ക് പാലിക്കും, വിശ്വസിക്കാൻ കൊള്ളാം, ഇടപാടിന് കൊള്ളാം. അതിൽ ചീത്തപ്പേര് വരുത്തിയാൽ പിന്നെ വേറെ എന്ത് കാര്യം എത്ര നന്നായിട്ടും കാര്യമുണ്ടാകുകയില്ല എന്ന പാഠം നമ്മളതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അള്ളാഹു അവൻ്റെ കലാമിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.